വഴിയടച്ച് യോഗം നടത്തി യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്നത് ഒരു സ്ഥിരം പതിവായിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളാവാം, ചിലപ്പോൾ പ്രതിഷേധമാവാം, മറ്റു രീതിയിലുള്ള മതസംഘടനകളാവാം. വഴിയടച്ച് അങ്ങനെ നടത്താൻ പാടില്ല എന്നത് ഹൈക്കോടതി വളരെ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്. അത് നമ്മുടെ നാട്ടിലൊരു നിയമമാണ്, റൈറ്റ് ടു വാക്ക്. നമുക്ക് നടക്കാനും വാഹനം ഓടിക്കാനുള്ളതാണ് പൊതുവഴി. ആ പൊതുവഴി അടച്ച് അല്ലെങ്കിൽ അങ്ങനെ സമരം ചെയ്യുന്നവർ ആ ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറാവണം. അതൊരു കുറ്റമാണ് എന്ന് അംഗീകരിക്കണം. ഒരു സമരത്തിന്റെ ഭാഗമായി നമ്മൾ പിക്കറ്റിങ്ങിന് പോകുമ്പോൾ നമ്മളൊരു കുറ്റമാണ് ചെയ്യുന്നത്, കളക്ടറേറ്റ് പിക്കറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫീസ് പിക്കറ്റ് ചെയ്യുന്നു, അതൊരു കുറ്റമാണ്. നമുക്കെതിരെ ചാർജ് എടുത്താലും ഒരു തെറ്റുമില്ല. പക്ഷെ ഇതൊരു കുറ്റമായി പോലും അംഗീകരിച്ചിട്ടില്ല. ഏറ്റവും പ്രധാനമായി വന്നത് വഞ്ചിയൂരിലാണ്. വഞ്ചിയൂരിൽ ഒരു വലിയ പൊതുയോഗം, വഞ്ചിയൂർ കോടതിക്ക് മുമ്പിൽ, അത് പോലീസ് സ്റ്റേഷൻ മുമ്പിൽ, കോടതിക്ക് മുമ്പിൽ വലിയൊരു പന്തൽ കെട്ടി അവിടെയുള്ള വഴി മുഴുവൻ അടച്ച് ഒരു സമ്മേളനം നടത്തി. ആ സമ്മേളനത്തിൽ പാർട്ടി സെക്രട്ടറി കൂടിയായ MV ഗോവിന്ദൻ, അതുപോലെ മറ്റു പല നേതാക്കൾ, ശിവൻകുട്ടി, അങ്ങനെ പല നേതാക്കളും, കടകംപള്ളി സുരേന്ദ്രൻ, അങ്ങനെ കുറെ നേതാക്കൾ ആ സ്റ്റേജിൽ വന്നു. അപ്പൊ പോലീസ് കേസെടുത്തത് വളരെ വിചിത്രമാണ്. പന്തൽ കെട്ടിയ ആൾക്കെതിരെയാണ് കേസെടുത്തത്. പന്തൽ കെട്ടിയ ആൾക്ക് എന്താ കുറ്റം? പന്തൽ കെട്ടിയ ആളോട് പാർട്ടിക്കാർ പറഞ്ഞു. അപ്പൊ പന്തൽ കെട്ടിയ സംഘാടകനെ എടുത്തു. അപ്പൊ ഹൈക്കോടതി പറഞ്ഞു അതൊന്നും പോരാ. ആ വേദിയിൽ വന്നിരുന്ന് പ്രസംഗിച്ച മുഴുവൻ ആളുകളും ഇതിന് ഉത്തരവാദികളാണ്. എന്ന് പറഞ്ഞാൽ യോഗം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ MV ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾ ഈ നിയമലംഘനത്തിന് കൂട്ടുനിന്ന ആളുകളാണ്. ഇത് പോലീസ് എടുക്കാത്തത് കൊണ്ട് ഒരു പൊതു വിഷയം എന്നുള്ള നിലയ്ക്ക് ഹൈക്കോടതി ഏറ്റെടുക്കുകയും പലവട്ടം ഞങ്ങൾ പറഞ്ഞിട്ടും ഇപ്പോഴും ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുകയും MV ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾ നേരിട്ട് കോടതിയിൽ വന്ന് ഇതിന് വിശദീകരണം നൽകണം എന്നാവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് MV ഗോവിന്ദന്റെ മാത്രം പ്രശ്നമല്ല. CPI നേതാവ് ബിനോയ് വിശ്വത്തിനെതിരെയും ഇതേ കേസുണ്ട്. ഇതുപോലെ വഴിയടച്ച് പ്രസംഗിച്ചത്. എറണാകുളത്തെ MLA TJ വിനോദിനെതിരെ ഇതുപോലെ കേസ് വന്നിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയക്കാർക്കെതിരെ കേസ് വരുമ്പോൾ പിന്നെ ആരും മിണ്ടില്ല. അങ്ങനൊരു ഗുണമുണ്ട്. യഥാർത്ഥത്തിൽ ഹൈക്കോടതി വളരെ ശരിയായ ഒരു നടപടിയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇങ്ങനെ അടയ്ക്കുന്ന ആളുകൾ അതിന് സമാധാനം പറയണം. എത്ര ഒരുപക്ഷെ ആംബുലൻസ് വഴി പെട്ടുപോയിട്ടുണ്ടാകും, മനുഷ്യന്റെ ജീവൻ പെട്ടുപോയിട്ടുണ്ടാകും. അത്യാവശ്യം യാത്ര ചെയ്യുന്ന ആളുകളുടെ ബസ് പോകാനും കാറ് പോകാനും പറ്റില്ല. അതിനിടയ്ക്ക് ഒരു വിദ്വാൻ പറഞ്ഞത് എന്തിനാണ് ഇങ്ങനെ കാറിലൊക്കെ ആളുകൾ പോകുന്നതെന്നാണ്. വിജയരാഘവൻ അദ്ദേഹം പിന്നെ പറയുന്നതിന് ആരും ഗൗരവമായിട്ട് എടുക്കാറില്ല. അദ്ദേഹം പറഞ്ഞതൊക്കെ അബദ്ധമായിട്ടേ പറഞ്ഞത്. എന്തിനാണ് കാറിൽ പോകുന്നത്, എന്തിനാണ് കാറിൽ പോകുന്നത് എന്നുള്ളതിന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് മന്ത്രിമാര് 33 കാർ എന്തിനാണ് മുഖ്യമന്ത്രിക്ക്, എന്തിനാണ് മന്ത്രിമാർക്ക് ഗോറും എസ്കോട്ട് കാറും, എന്തിനാണ് നിയമസഭാ അംഗങ്ങൾക്ക് നിയമസഭയിലേക്ക് എത്താൻ, അവരുടെ ഹോസ്റ്റലിൽ നിന്ന് നിയമസഭയിലേക്ക് എത്താൻ, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലേക്ക് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്ന് എത്താൻ എത്ര ദൂരമുണ്ട്? നടന്നു വന്നാൽ പോരെ, സൈക്കിൾ ഓട്ടി വന്നാൽ പോരെ, ഓട്ടോറിക്ഷ കയറി വന്നാൽ പോരെ, ഒരു കാറ് വന്നാൽ പോരെ? എന്തിനാണ് 33 കാറിന്റെ കമ്പനിയോട്, വാഹനങ്ങളുടെ കമ്പനിയോട് വരുന്നത്? ഈ ചോദ്യമുണ്ട്. ഇതെല്ലാ MLA മാർക്കും, ഇപ്പൊ പ്രതിപക്ഷ നേതാവാണെങ്കിൽ അദ്ദേഹത്തിനടക്കം എല്ലാവർക്കും ബാധകമായ ഒരു കാര്യമാണ്. അപ്പോ കാറ് ഓടിക്കേണ്ട എന്ന് പറഞ്ഞാൽ അത് പറയാൻ പറ്റില്ല. കാരണം ആളുകൾ കാറിന് പോകുന്ന ആളുകൾ ഉണ്ടാവും. എന്തായാലും ബസ്സിന് പോകണമല്ലോ. ബസ്സിന് പോകാനുള്ള വഴിയിട്ടാൽ കാറ് പോകുമല്ലോ. അതുപോലെ ബസ്സിന് പോകാനുള്ള വഴിയിട്ടാൽ പിന്നെ കാറ് പോകുള്ളൂ. എന്തുകൊണ്ട് ബസ്സിനും കാറിനും പോകാവുന്ന പൊതുവഴി അടച്ചിട്ടിരിക്കുന്നു എന്നാണ് ഹൈക്കോടതി ചോദിക്കുന്ന ചോദ്യം. ഇത് ആവർത്തിച്ചാൽ ശിക്ഷ കിട്ടും എന്ന് പലവട്ടം പറഞ്ഞു. ഇപ്പോൾ ഹൈക്കോടതി പോലീസ് ചെയ്യാത്ത കാര്യം ഹൈക്കോടതി പോലീസിന്റെ ചുമതല കൂടി ഏറ്റെടുത്തിരിക്കുന്നു. ഇവരോട് വിചാരണയ്ക്ക് ഹാജരാവാൻ പറയുന്നു. എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. ഏതായാലും നല്ലൊരു നീക്കമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന് പറയേണ്ടിയിരിക്കുന്നു.